കുട്ടികളെ നമസ്കാരം. കഴിഞ്ഞ ശ്ലോകത്തിൽ ആപത്ത് വന്നാൽ പേടിക്കേണ്ട, സമ്പത്തിലാണ് അധികം മനസ്സിരുത്തേണ്ടത്, പരിഭ്രമിക്കേണ്ടത് എന്ന് കവി പറയേണ്ടായി നമ്മൾ കേട്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നു എന്ന് വരാം. അഥവാ സമ്പത്ത് ധാരാളം വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനൊരു പരിഭ്രമം ഉണ്ടായി എന്ന് വരാം. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന കാര്യമാണ് അടുത്ത ശ്ലോകത്തിൽ, അതായത് ബാലോപദേശം ഖണ്ഡം 2 24 ശ്ലോകത്തിൽ കവി നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ആ ശ്ലോകം ആദ്യം ഒന്ന് ചൊല്ലാം. കയ്യാളിതായിക സുഹൃതം സുഖമാസ്വദിച്ചൻ പയ്യ, നിനക്കു വിഭവാദികൾ കൂടിയാലും മര്യാദ പോൽ അവനിപാലകരം കഴിച്ചങ്ങയ്യാലൊരംശമുദിതം ദ്രവിണം സുഖാർത്ഥം എന്നാണ് ശ്ലോകം. പയ്യ, നിനക്ക് വിഭവാദികൾ കൂടിയാലും സുഖം ആസ്വദിച്ച് നീ സുഹൃതം കയ്യാളിടായിക, മര്യാദ പോലെ അവനിപാലകരം കഴിച്ച് അങ്ങ് ഉദിതം അയ്യാലൊരു അംശം ദ്രവിണം സുഖാർത്ഥം ആണ് എന്നാണ് ഇതിൻ്റെ അന്വയം. പയ്യ എന്നുള്ളത് സംബോധന. കുട്ടി, കുമാര, ബാലക എന്നൊക്കെ അർത്ഥം. വിളിച്ച് കുട്ടികളെ വിളിച്ച് പറയുന്നതാണ്. നിനക്ക് വിഭവാദികൾ, അതായത് സാധന സാമഗ്രികൾ, സമ്പത്ത് എന്നർത്ഥം, അത് കൂടിയായാലും, അത് വളരെ അധികരിച്ചു വന്നാലും, ഇഷ്ടം പോലെ ഉണ്ടായിച്ചാലും, അത് അവ ഒക്കെ സുഖം പോലെ ഇഷ്ടം പോലെ ആസ്വദിച്ച് നീ നിന്റെ സുഹൃതങ്ങൾ, മുജ്ജന്മ സുഹൃതങ്ങളോ എന്താ പാരമ്പര്യമായിട്ട് കിട്ടിയുള്ള ഇതോ എല്ലാം കയ്യാളിടായിക, അത് അധിക ചെലവ് ചെയ്യാതിരിക്കുക, അത് സുഹൃതമുള്ളത് മുഴുവന് കളഞ്ഞു കുടിക്കാതിരിക്കുക എന്ന അർത്ഥം. സുഹൃതമായിട്ട് കിട്ടിയുള്ള പാരമ്പര്യ മുതൽ എല്ലാം അധികം ചെലവ് ചെയ്ത് കഴിഞ്ഞാൽ സുഖം അങ്ങനെ പുണ്യം നശിച്ചു പോവും. അപ്പോൾ അത് സുഹൃതക്ഷയം ആയി വരും. കുന്നായാലും കുഴിച്ചാ കുഴിയും എന്നുള്ളൊരു ചൊല്ല് നിങ്ങൾ കേട്ട് കാണും. ഒരു കുന്നുകൾ പലതും കാണാണ്ട് ഇപ്പോൾ നിരപ്പായിട്ടുള്ള കഥകൾ നമ്മൾ അവിടെ എല്ലാ ദിക്കിലും കേൾക്കാറുണ്ട്. അപ്പോൾ സുഹൃതം ഉള്ളത് മുഴുവനെ നശിപ്പിക്കരുത്, അത് ആണ് ആദ്യം പറയുന്നത്. പിന്നെ ഉത്തരാർത്ഥത്തിൽ പറയുകയാണ് മര്യാദ പോലെ, അതായത് കണക്ക് പ്രകാരം സത്യസന്ധമായ വിധത്തിൽ തൻ്റെ വരുമാനത്തിൻ്റെ സത്യസന്ധമായ കണക്ക് പ്രകാരം കൊടുക്കേണ്ട രാജഭോഗം, അതായത് രാജാവിന് കൊടുക്കേണ്ട കരം, ആയത് എത്രയാണ് കണക്ക് പ്രകാരം കൊടുക്കേണ്ടത് വെച്ചാൽ അത് കൊടുക്കുക. അത് കഴിഞ്ഞ് സമ്പാദ്യം അതിനെ 5 ഭാഗിക്കുക. ഒരു അംശം മാത്രമാണ് സുഖാർത്ഥമായി തൻ്റെ സുഖത്തിനായി ഉപയോഗപ്പെടുത്താവൂ എന്നാണ് ഈ മര്യാദ പോലെ അവനിപാലകരം കഴിച്ചങ്ങ് അയ്യാലൊരംശമുദിതം ദ്രവിണം സുഖാർത്ഥം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുതന്നെ മുഴുവൻ സുഖത്തിനു വേണ്ടി അടിച്ചു പൊളിച്ച് ചെലവാക്കി കളയണം എന്നല്ല. കവിഞ്ഞു വന്നാൽ ഇത്ര മാത്രമാണ് സുഖത്തിനായിട്ട്, അവനവൻ്റെ സുഖത്തിനായിട്ട് ചെലവിടാൻ പാടുള്ളൂ എന്നാണ് കവി പറഞ്ഞു വരുന്നത്. ഇത് ധനശാസ്ത്രത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു തത്വമാണ് കവി ഇവിടെ വിവരിച്ചു തന്നിട്ടുള്ളത്. വരവ് അറിയാതെ ചെലവ് ചെയ്താൽ, അല്ലെങ്കിൽ വകമാറി ചെലവ് ചെയ്താൽ
അബദ്ധങ്ങളാണ് ആകെ വരിക. വലിയ ധനവാനാണെങ്കിലും തോന്നിയ പോലെ ചെലവ് ചെയ്താൽ പാപ്പരായിത്തീരും. അങ്ങനെ വരാതിരിക്കാനുള്ള മുൻകരുതുകൾ കുട്ടികളെ നിങ്ങൾ ബാല്യത്തിൽ തന്നെ പഠിച്ചു വയ്ക്കണം. നികുതി കൊടുത്തു കഴിഞ്ഞ സമ്പാദ്യത്തിൻ്റെ 1/5 ഭാഗം ഭാവി നന്മയ്ക്കായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അത് അത്യാവശ്യം വന്നാൽ ചെലവ് ചെയ്യുകയും ചെയ്യാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ 100 രൂപയാണ് വരവ് എന്ന് ചിരിക്കട്ടെ. അതിൽ 20% ആദായ നികുതിയായിട്ട്, ഇൻകം ടാക്സ് ആയിട്ട് കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ 100-ന് 20 പോയാൽ ബാക്കി 80. ഈ 80-നെ 5 ഭാഗമാക്കുക, അങ്ങനെ 16 × 80. അപ്പോൾ 16 രൂപ മാത്രമാണ് ഈ സുഖത്തിന് വേണ്ടി അവനവന് ചിലവാക്കാൻ പാടുള്ളൂ. അതിനെ മുഴുവൻ ചിലവാക്കുന്നില്ല, ചിലവാക്കേണ്ട ഘട്ടം വരെയാണ് ഇത്രയാണ് ചിലവാക്കാവൂ. അത് ശരിക്കും ഭാവി നന്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ്. അല്ലാതെ ധൂർത്തടിച്ച് കളയരുത്. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാപ്പറാവും എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഒരു ധനശാസ്ത്രത്തിൻ്റെ തത്വമാണ് കവി ഈ ശ്ലോകത്തിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അത് അർത്ഥം മനസ്സിലാക്കി നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. കയ്യാലിട്ടായിക സുഹൃതം സുഖമാസ്വദിച്ചൻ പയ്യ, നിനക്കു വിഭവാദികൾ കൂടിയാലും മര്യാദ പോൽ അവനിപാലകരം കഴിച്ചങ്ങയ്യാലൊരംശമുദിതം ദ്രവിണം സുഖാർത്ഥം. അടുത്ത 2 ശ്ലോകങ്ങളിലും വരവ് ചെലവ് കണക്കിനെ പറ്റി തന്നെയാണ് കവി വിസ്തരിക്കുന്നത്. അപ്പോൾ അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ അറിവ് കിട്ടാൻ പറ്റും. അപ്പോൾ ശ്ലോകം എന്തായാലും പഠിച്ചു വയ്ക്കാം. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നമസ്കാരം.